ഇരിക്കാം. നമ്മുടെ കർത്താവ് നമ്മളെ അറിയുന്ന ദൈവമാണ്. ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ. നമ്മുടെ കർത്താവിന് നമ്മുടെയൊക്കെ പേരറിയാമോ? അറിയാമോ? നമ്മുടെ രൂപമൊക്കെ അറിയാമോ? വീടൊക്കെ അറിയാമായിരിക്കും അല്ലേ? കർത്താവിനെല്ലാം അറിയാം. ഞാൻ ആരാണെന്നും ഞാൻ ആരായി തീരുമെന്നും കർത്താവിനറിയാം. ഹല്ലേലൂയ. നമ്മളിപ്പോൾ ഷാലോം ടി വിയിലൂടെ നൈറ്റ് വിജിലിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ നൈറ്റ് വിജിൽ രാത്രിയിലും ഞാൻ ദൈവത്തിന് പ്രത്യേകമായ രീതിയിൽ നന്ദി പറയും. എല്ലാ ദിവസവും നന്ദി പറയും. പക്ഷേ നൈറ്റ് വിജിൽ ദിവസവും പ്രത്യേകിച്ച് കൂടുതലായി കർത്താവിന് നന്ദി പറയും. അതിനൊരു കാരണമുണ്ട്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, ഏകദേശം 4 നൂറ്റാണ്ടുകൾക്ക് പുറകെ 25 വർഷങ്ങൾക്ക് പുറകിൽ എൻ്റെ യുവത്വത്തിൽ, നല്ല പ്രായത്തിൽ, കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയം ധ്യാനം കൂടി കർത്താവിനെ കാണാനുള്ള വലിയ ഭാഗ്യം ഈശോ തന്നു. ഈശോയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുമെന്ന് തീരുമാനിച്ചു. ജീവിതം മാറ്റിവെച്ചു. ഒരിക്കൽ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥന നയിക്കുന്നത് ഷാലോമിൻ്റെ ലീഡറായ ബെന്നി പുനത്രയാണ്. ബെന്നി സാറ് ഇങ്ങനെ ഒരു സന്ദേശം പറഞ്ഞു. സാറ് പറഞ്ഞ സന്ദേശം എങ്ങനെയാണ്? 25 വർഷങ്ങൾക്ക് പുറകിലാണ്. സാറ് പറഞ്ഞു, ടി വിയിൽ സിബി പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായിട്ടും സിബി അത് ടി വിയിലൂടെ കാണുന്നതായിട്ടും കർത്താവ് ഒരു ദർശനം തരുന്നു. അത് കേട്ടപ്പോൾ നേരത്തെ അച്ഛൻ പറഞ്ഞതുപോലെ, സാറാ ചിരിച്ചതുപോലെ ഞാൻ അറിയാതെ ചിരിച്ചു. കാരണം ആ കാലത്ത് എൻ്റെ വീട്ടിൽ ടി വി ഇല്ല. വീട് പോട്ടെ, എൻ്റെ ആ ഗ്രാമത്തിൽ ടി വി ഇല്ല. എവിടെയെങ്കിലും അപൂർവമായ ചില സ്ഥലങ്ങളിൽ പണ്ട് കാലത്തെ ആൻറ്റിന, മീൻമുള്ളു പോലെയുള്ള ആൻറ്റിന, അതേതെങ്കിലുമൊക്കെ വലിയ മരത്തിൻ്റെ മുകളിൽ കെട്ടി ആൻറ്റിന കെട്ടി അപൂർവം ചില വീടുകളിൽ മാത്രം ടി വി ഉണ്ട്. അന്ന് ഈ കാണുന്ന ചാനലുകളൊന്നുമില്ല. അന്നുള്ള ചാനലുകൾ DD4 മാത്രമാണ്, ദൂരദർശൻ്റെ. ആ DD4 മാത്രമുള്ള കാലഘട്ടങ്ങളിൽ, നമ്മുടെ നാടുകളിൽ ടി വി ഇല്ലാത്ത കാലഘട്ടങ്ങളിൽ, ഞാൻ കാര്യമായി ടി വി കണ്ടിട്ടില്ലാത്ത കാലഘട്ടങ്ങളിൽ കർത്താവ് പറയുകയാണ്, സിബി ടി വിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്നതായിട്ടും അത് ടി വിയിലൂടെ സിബി കാണുന്നതായിട്ടും കർത്താവ് സന്ദേശം നൽകുന്നു. അന്ന് ഷാലോം ടി വി എന്നൊരു വാക്ക് കേട്ടിട്ടില്ല. അങ്ങനൊരു ചിന്ത ഉണ്ടായിട്ടില്ല. 25 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഓരോ നൈറ്റ് വിജിലിനും മുമ്പ് നിൽക്കുമ്പോഴും, പ്രിയമുള്ളവരെ, നിങ്ങളിപ്പോൾ വീട്ടിലിരുന്ന് നൈറ്റ് വിജിൽ കാണുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, 25 വർഷം മുമ്പ് കർത്താവിൻ്റെ വാഗ്ദാനമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കരങ്ങളടിച്ച് കർത്താവ് നന്ദി പറയാം. നമുക്ക് കരങ്ങളടിച്ച് പ്രൈസ് ദി ലോർഡ്. പിന്നെ ഞാൻ പറഞ്ഞു വന്നത്, കർത്താവിന് നിന്നെ അറിയാം. നിന്റെ പേരും രൂപവും എല്ലാം കർത്താവിനറിയാം. നീ ആരാണെന്നും നീ ആരായി തീരുമെന്നും കർത്താവിനറിയാം. എല്ലാം അറിയുന്ന ഒരു കർത്താവ്. നമ്മളിന്ന് ആരാധനയിലേക്ക് പ്രവേശിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ കർത്താവിനോടാണ്. നിന്നെ അനുഗ്രഹിക്കാൻ കാത്തിരിക്കുന്ന ഒരു കർത്താവ്, നിന്നെക്കുറിച്ച് പദ്ധതി ഒരുക്കി കാത്തിരിക്കുന്ന ഒരു ദൈവം ചേർന്ന് നിൽക്കുമ്പോൾ ആ ദൈവം നിന്നെ അനുഗ്രഹിക്കും, അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റും. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം ഉണരാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ വന്ന ചില കത്തുകൾ വായിക്കുകയും നമുക്ക് ദൈവത്തിന് നന്ദി പറയുകയും വിശ്വാസം ഉണർത്തി ആരാധനയിലേക്ക് ഇതൊക്കെ പ്രവേശിക്കുകയും ചെയ്യാം. ഒരു കത്തുപ്രകാരം എഴുതിയിരിക്കുകയാണ്. എൻ്റെ പേര് തോമസ് രാജൻ. എനിക്ക് വയസ്സ് 54. ഞാൻ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുന്നു. ഭാര്യയും 2 മക്കളും അടങ്ങുന്നതാണ് എൻ്റെ കുടുംബം. എനിക്ക് ബ്ലാഡറിൽ ക്യാൻസർ ആയിരുന്നു. അതിനാൽ ഞാനിത് മാറുന്നതിനായി നൈറ്റ് വിജിലിൽ പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. ഷാലോം എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അതിനുശേഷം ഞാൻ 2 തവണ തലശ്ശേരി ക്യാൻസർ സെൻ്ററിൽ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കി. 2 പ്രാവശ്യവും ഡോക്ടർമാർ പറഞ്ഞു, താങ്കളുടെ രോഗം പൂർണ്ണമായി സൗഖ്യപ്പെട്ടിരിക്കുന്നു. എൻ്റെ ക്യാൻസർ കർത്താവ് പൂർണ്ണമായി എടുത്തു മാറ്റി എന്നെ സുഖപ്പെടുത്തി. കരങ്ങളടിച്ച് കർത്താവിനെ പറയാം. നീ ചെയ്ത നന്മകൾ കുരായിരം നന്ദി. നന്ദീശുവേ, നന്ദീശുവേ, നീ ചെയ്ത നന്മകൾ കുരായിരം നന്ദി. പ്രിയമുള്ളവരെ, തോമസ് രാജൻ എന്ന വ്യക്തിയുടെ പ്രശ്നം അദ്ദേഹത്തിൻ്റെ ക്യാൻസർ രോഗമാണ്. അനേക ട്രീറ്റ്മെൻറ്റുകൾ നടത്തി. അദ്ദേഹം ജീവിക്കുന്ന കർത്താവിൽ ആശ്രയിച്ചു. ആ ദൈവം
അദ്ദേഹത്തെ സുഖപ്പെടുത്തി. ഈ രാത്രിയിൽ നീ തിരിച്ചറിയേണ്ടത്, തോമസ് രാജനെ സുഖപ്പെടുത്തിയ കർത്താവ് ഇന്ന് എന്നെയും സുഖപ്പെടുത്തും. പ്രിയമുള്ളവരെ, നീ ഒരു ക്യാൻസർ രോഗിയാണെങ്കിൽ, ലോകത്തിൽ എവിടെയാണെങ്കിലും ഈ ആരാധനയിൽ നീ നിന്റെ യേശുവിനോട് പ്രാർത്ഥിക്കണം. നിന്റെ ബെഡ്, നിന്റെ കട്ടിൽ, നിന്റെ ശാലോറ്റിയുടെ മുമ്പിലേക്ക് എടുത്തിട്. ഈ രാത്രി യേശു നിന്നെ സുഖപ്പെടുത്താൻ വേണ്ടി നിന്റെ വീട്ടിൽ കടന്നു വരും. നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും ക്യാൻസർ രോഗികൾ ഉണ്ടെങ്കിൽ പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ നിങ്ങൾ പ്രാർത്ഥിക്കണം ആ വ്യക്തിക്ക് വേണ്ടി. തോമസ് രാജനെ സുഖപ്പെടുത്തിയ കർത്താവ് ഈ രാത്രിയിൽ നിനക്ക് വേണ്ടി കർത്താവ് അത്ഭുതം ചെയ്യും. നിന്റെ രോഗത്തെ ഈശോ സുഖപ്പെടുത്തും. ആ ക്യാൻസർ രോഗം എത്ര പഴക്കമുള്ളതാണെങ്കിലും, എന്തുമാത്രം മരുന്ന് കഴിച്ചതാണെങ്കിലും, ഏത് അവസ്ഥയിൽ കടന്നു പോകുന്ന വ്യക്തിയാണെങ്കിലും സുഖപ്പെടുത്താൻ പറ്റുന്നത് ഒരുവന് മാത്രമാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്. ആ ക്രിസ്തു ഇന്നും ശാലോമിൽ ജീവിക്കുന്നു. ഞാൻ പറഞ്ഞു, 25 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദാനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ഈശോ ഇന്നും ഇവിടെ ജീവിക്കുന്നു. അതിനാൽ പ്രിയമുള്ളവരെ, ഏതെങ്കിലും ക്യാൻസർ രോഗി നിന്റെ കുടുംബത്തിലുണ്ടെങ്കിൽ, നിന്റെ പരിചയത്തിലുണ്ടെങ്കിൽ, ഇന്ന് രാത്രി ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കണ്ണിലടയ്ക്കാൻ നമുക്ക് ലോകം മുഴുവനുള്ള സർവ്വ ക്യാൻസർ രോഗികളെ നമുക്ക് സമർപ്പിക്കാം. തോമസ് രാജനെ സൗഖ്യപ്പെടുത്തിയ ആ ക്രിസ്തു ഈ രാത്രിയിൽ ലോകത്തിലുള്ള ആയിരക്കണക്കിന് ക്യാൻസർ രോഗികളെ സുഖപ്പെടുത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം. അവിടുത്തെ വചനം അയച്ച് അവിടുത്തെ സുഖപ്പെടുത്തി. നമ്മുടെ കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല. വലുതുവരെ നമുക്ക് ഉയർത്തിപ്പിടിക്കുന്നു. നമ്മുടെ ബന്ധത്തിൽപ്പെട്ടവർ, പരിചയമുള്ളവർ, പരിചയമില്ലാത്തവർ, പ്രിയമുള്ളവരെ, നിന്റെ ഭവനത്തിൽ ഈ രാത്രിയിൽ ഒരു ക്യാൻസർ രോഗി ഉണ്ടെങ്കിൽ, പ്രിയ സഹോദര, സഹോദരി, നീ കണ്ണുനീരോടെ ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് ഈ രാത്രി അവനെ സുഖപ്പെടുത്തും. സ്തുതിക്കാം കർത്താവിനെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന കർത്താവേ, ആരാധന കർത്താവേ, ആരാധന കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിന്റെ ശക്തി ഇറങ്ങട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവ്വ ക്യാൻസർ രോഗികളും യേശു നാമത്തിൽ ഈ രാത്രി സൗഖ്യം പ്രാപിക്കട്ടെ. ശാലോം ടിവിയുടെ മുമ്പിലിരിക്കുന്ന, നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സർവ്വ ക്യാൻസർ രോഗികളും യേശു നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സർവാധിപത്യമുള്ള യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. സൗഖ്യം ഇറങ്ങട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. വിശ്വസിച്ചാൽ നാം ദൈവമഹത്വം കാണും. വിശ്വാസത്തോടെ നാം പ്രാർത്ഥിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പൂർവപിതാക്കന്മാർ ആരാധിച്ച പോൽ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം. പ്രൈസ് ദി ലോർഡ്. മറ്റൊരു കത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നു. ജിൻസി റൊണാൾഡ്. ഞാൻ ജിൻസി റൊണാൾഡ്. ഞാനും ഭർത്താവും ജോലി സംബന്ധമായി ദുബായിൽ താമസിച്ചു വരുന്നു. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 7 വർഷമായിട്ട് ഞങ്ങൾക്ക് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ നൈറ്റ് വിജിലിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടു. കുഞ്ഞിനെ ലഭിച്ചാൽ സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് നേരുകയും ചെയ്തു. അതിൻ്റെ ഫലമായി കഴിഞ്ഞ ഓഗസ്റ്റ് 6-ാം തീയതി ദൈവം ഒരു മകനെ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു. ദൈവത്തിന് 1000 നന്ദി. കുഞ്ഞിൻ്റെ ഫോട്ടോ ഇതോടൊപ്പം അയക്കുന്നു. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനമേ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതന. എല്ലാ സ്നേഹത്തിനും ഏറ്റവും യോഗ്യനമേ നല്ല ദൈവമേ, നന്മ സ്വരൂപ. എല്ലാ സൃഷ്ടികളെ കാളുമുപരിയായി നിന്നെ സ്നേഹിച്ചിടും നിതന. വിവാഹം കഴിഞ്ഞ് 7 വർഷമായ കുടുംബം. അവർക്ക് കുഞ്ഞിനെ നൽകിയത് കർത്താവാണ്. നമ്മുടെ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. നമുക്കറിയാം, ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു വേദനയാണ്. അനേക ദമ്പതികൾ കുഞ്ഞുങ്ങളില്ലാതെ വേദനിക്കുന്നുണ്ട്. ജിൻസി റൊണാൾഡിന് കുഞ്ഞിനെ നൽകിയ കർത്താവിന് നമ്മുടെ ഈ വേദനയെ ഏറ്റെടുക്കാനും അനുഗ്രഹിക്കാനും പറ്റും. അല്ല പ്രിയമുള്ളവർ, ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുക. കുഞ്ഞുങ്ങളില്ലാത്ത ഏതെങ്കിലും ദമ്പതികളുണ്ടെങ്കിൽ അവർ ഈ രാത്രി പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ദാനമാണ് മക്കൾ. ഉദരഫലം നീ നൽകുന്ന സമ്മാനമാണ്. കർത്താവെ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകളടയ്ക്കാതെ നമുക്ക് നമ്മുടെ കുടുംബത്തിൽപ്പെട്ട മക്കളില്ലാത്ത ദമ്പതികളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം.
നമ്മുടെ ഭവനത്തിലുള്ളവരെ സമർപ്പിക്കാം. ശാലോം ടിവിയുടെ മുമ്പിലിരുന്ന് ഈ രാത്രി പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളില്ലാത്ത സകല ദമ്പതികളെയും യേശുനാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ജിൻസിക്ക് കുഞ്ഞിനെ നൽകിയ കർത്താവേ, ഈ രാത്രിയിൽ നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞ് 2 വർഷമോ 3 വർഷമോ 10 വർഷമോ 15 വർഷമോ 16 വർഷമോ, ദൈവമേ, അങ്ങേക്ക് അസാധ്യമായി ഒന്നുമില്ലല്ലോ കർത്താവേ. കർത്താവ്, ഉദരഫലം നിന്റെ സമ്മാനമാണ് കർത്താവേ. നീ നൽകാതെ ഞങ്ങൾക്കൊന്നും ലഭ്യമല്ല കർത്താവേ. കുഞ്ഞുങ്ങളെ നീ നൽകണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വലുതേർന്ന് ഉയർത്തിപ്പിടിക്കാം. യേശു നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ രാത്രിയിൽ ഉദരഫലമില്ലാത്ത കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മക്കൾക്ക് വേണ്ടി കണ്ണീരെടുക്കുന്ന സകല ദമ്പതികളും യേശുനാമത്തിൽ ഈ രാത്രി അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അവിടുത്തെ പരിശുദ്ധ നാമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുനാമത്തിൽ കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളുടെ കണ്ണുനീർ തുടച്ചു മാറ്റപ്പെടട്ടെ കർത്താവേ. ഈ രാത്രിയിൽ നിന്റെ സമ്മാനം നൽകി നിന്റെ മക്കളെ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നൽകി ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി ഹന്ന കരഞ്ഞത് കേട്ടു. സാമുവേൽ ബാലനെ നൽകി ദാനിയേലിന്റെ ദൈവം സിംഹക്കൂട്ടിലിറങ്ങി. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. മറ്റൊരു കത്ത് ഇപ്രകാരം എഴുതിയിരിക്കുന്നു. മേരിക്കുട്ടി ജോസഫ് ഒരമ്മയാണ്. അമ്മ പറയുന്നു, എൻ്റെ പേര് മേരി. എൻ്റെ മകൾ ദുബായ് ജോലി ചെയ്യുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ മാർച്ച് മാസത്തിൽ അവളൊരു കള്ളക്കേസിൽ പെട്ട് ജയിലിലായി. കുറേ നാളുകളായി അവളെക്കുറിച്ച് വിവരമൊന്നും ലഭിച്ചില്ല. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അതിനിടയിൽ മകൾ എന്നെ വിളിക്കുകയും ജയിലിലാണ്, പുറത്തിറങ്ങാൻ പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ആ നാളുകളിൽ വിസ പുതുക്കുന്നതിനായി 3 ലക്ഷം രൂപ കെട്ടിവെച്ചിരുന്നു. അതും ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. കഴിഞ്ഞ നൈറ്റ് വിജിൽ രാത്രിയിൽ ഈ നിയോഗം സമർപ്പിച്ച് രാത്രി 8 മണി മുതൽ 12 മണി വരെ മുഴുവൻ സമയവും ഈ നിയോഗത്തിന് വേണ്ടി ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ചു. തൽഫലമായി പിറ്റേന്ന് രാവിലെ മകളുടെ ഫോൺ കോൾ വരികയും കേസ് തള്ളിപ്പോയി ഉടൻ പുറത്തിറങ്ങാൻ സാധിക്കുമെന്ന് അറിയിക്കുകയും ചെയ്തു. കരങ്ങളടിക്കാം. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണ്ടിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ താണ്ടിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴ പോൽ പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യുന്നു, അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. നമുക്കത് എഴുന്നേറ്റ് നിൽക്കാം. കടലടച്ച് പ്രാർത്ഥിക്കാം. നമുക്കറിയാം, ദുബായിൽ ജയിലടയ്ക്കപ്പെട്ട പെൺകുട്ടി, അവൾക്ക് വേണ്ടി അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ജയിലിൽ അല്ലെങ്കിൽ കോടതിയിൽ പേപ്പർ വർക്കുകൾ നടന്നുകൊണ്ടിരുന്നു. നേരം വെളുക്കുമ്പോൾ തന്നെ അവിടുന്ന് ഫോൺ കോൾ വരുന്നു. വിളിച്ചാൽ ഉത്തരമരുളുന്ന ഒരു കർത്താവ്, പ്രാർത്ഥിച്ചു തീരും മുമ്പേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഈ രാത്രിയിൽ പ്രിയമുള്ളവരെ, നമ്മുടെ എല്ലാ വേദനകളെയും, എല്ലാ തകർച്ചകളെയും, എല്ലാ കണ്ണീരുകളെയും ആ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം. ഈ കേട്ടത് സമാനമായതോ അല്ല അതിനേക്കാൾ എത്രയോ വലുതായ വേദനയാണെങ്കിലും ഇതിനെ എടുത്തു മാറ്റാൻ നമ്മുടെ കർത്താവിന് പറ്റും. വിളിച്ചാൽ ഉത്തരമരുളുന്ന ഒരു ദൈവം, പ്രാർത്ഥിച്ചു തീരും മുമ്പേ പ്രാർത്ഥന കേൾക്കുന്ന ഒരു കർത്താവ്, അവൻ്റെ പേരാണ് യേശു. ആ കർത്താവ് ഈ രാത്രിയിൽ എഴുന്നള്ളി വന്ന് നമ്മെ അനുഗ്രഹിക്കും. ആരാധനയ്ക്ക് വേണ്ടി ഒരുങ്ങുകയാണ്. കർത്താവ് എഴുന്നള്ളി വരാൻ പോകുന്ന സമയങ്ങൾ 2 കരങ്ങളും സ്വർഗത്തിലേക്ക് നമുക്ക് ഉയർത്താം. ജീവിക്കുന്ന കർത്താവ് സന്നിധിയിലേക്ക് ഉയർത്താം. എല്ലാ വേദനകളെയും, എല്ലാ തകർച്ചകളെയും, എല്ലാ കണ്ണുനീരുകളെയും, എല്ലാ പരാജയങ്ങളെയും, എല്ലാ ദുഃഖപീഡകളെയും, എല്ലാ തകർച്ചകളെയും യേശുവിനെ സന്നിധിയിലേക്ക് സമർപ്പിക്കാം. നിന്റെ ദൈവം ഈ രാത്രി നിനക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു.
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു, യേശുവേ ആരാധിക്കുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആരാധിക്കാൻ വേണ്ടി നമുക്ക് മുട്ടുമേൽ നിൽക്കാം. ഈശോയെ നമുക്ക് നമ്മുടെ മധ്യത്തിലേക്ക് സ്വീകരിക്കാം. മുട്ടുമേൽ നിന്ന് രാജാക്കന്മാരുടെ രാജാവ്, സൗഖ്യദായകനായ ദൈവം, സർവാധിപത്യമുള്ള കർത്താവ്, ആൽഫയും ഒമേഗയുമായവൻ, സുഖപ്പെടുത്തുന്ന കർത്താവ്, ആ കർത്താവിനെ കരങ്ങൾ ഉയർത്തി ആരാധിക്കാം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവേ സ്തോത്രം. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ശിരസ് നമിച്ച് ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആരാധനയിൻ നായകനേ, അങ്ങേ ഞാൻ ആരാധിക്കും. അഭിഷേകത്തെ തരുന്നവനേ, അങ്ങേ ഞാൻ ആരാധിക്കാം. കരങ്ങൾ ഉയർത്തി കരങ്ങൾ വീശി ആരാധിക്കാം. കണ്ണു തുറന്ന് ഈശോയെ നോക്കാം. അനുഗ്രഹിക്കാൻ കടന്നു വന്ന സർവശക്തനായ ദൈവം, സർവശക്തനായ കർത്താവ്, യേശുവിനെ കണ്ടുകൊണ്ട്, യേശുവിനെ നോക്കിക്കൊണ്ട് എല്ലാം മറന്ന് നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇടയില്ല നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. ആശ്വാസം നീയേ, ആശ്രയം നീയേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഇമ്പവും നീയേ, ഇടയില്ലാ നാമമേ, അങ്ങേ ഞാൻ ആരാധിക്കും. അങ്ങേ ഞാൻ ആരാധിക്കും. എന്നെ യേശുവേ, അങ്ങേ ഞാൻ ആരാധിക്കും. ഓ ഹല്ലേലൂയ, കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, കരങ്ങൾ വീശി ഹല്ലേലൂയ, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, 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 യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. യേശുവേ, യേശുവേ, രണ്ട് കരങ്ങളും ഉയർത്തി സർവശക്തിയോടെ സർവശക്തനായ കർത്താവിനെ ആരാധിക്കാം, സ്തുതിച്ച് ആരാധിക്കാം.
ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിലവിളിച്ച് ആരാധിക്കാം, വിശ്വാസത്തോടെ ആരാധിക്കാം, കണ്ണുനീർ സമർപ്പിച്ച് ആരാധിക്കാം, വേദനകൾ സമർപ്പിച്ച് ആരാധിക്കാം, ദുരിതങ്ങൾ സമർപ്പിച്ച് ആരാധിക്കാം. വിശ്വാസം ഉണരട്ടെ. ഈ രാത്രി യേശു നിന്റെ കുടുംബത്തിലേക്ക് വരുന്നു, നിന്റെ ഭവനത്തെ അനുഗ്രഹിക്കുന്നു, നിന്റെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നു, നിന്നെ അനുഗ്രഹിക്കുന്നു. യേശു അനുഗ്രഹിക്കുന്നു. യേശു കടന്നു വരുന്നു. യേശു സർവശക്തൻ കർത്താവ് കടന്നു വരുന്നു അനുഗ്രഹിക്കാൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ, ആമേൻ. വീണ്ടും പാടാം. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. ഹല്ലേലൂയ, 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 ആമേൻ. അങ്ങേ ഞാൻ ആരാധിക്കും യേശുവേ. ആരാധിക്കാം. അങ്ങേ ഞാൻ ആരാധിക്കും എന്റെ യേശുവേ, യേശുവേ. അങ്ങേ ഞാൻ ആരാധിക്കും. ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായത്തിന്റെ 19-ാം തിരുവചനം. ജനങ്ങളെല്ലാം അവനെ സ്പർശിക്കാൻ, അവനെ തൊടാൻ അവസരം പാർത്തുകൊണ്ടിരുന്നു. എന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു. അവരിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിക്കൊണ്ടിരുന്നു. പ്രിയമുള്ളവരെ, ഈ രാത്രി കർത്താവ് നിനക്ക് തൊടത്തക്ക രീതിയിൽ ഇതാ നിന്റെ ഭവനത്തിൽ കടന്നു വന്നിരിക്കുന്നു. അവനെ തൊടണം, അവനെ തൊടണം, അവനെ തൊടണം. അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തും. ഈ രാത്രി യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തും. വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് ക്രിസ്തുവിനെ നീ സ്പർശിക്കത്തൊട്ട് നിന്റെ ദൈവം, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുന്ന ദൈവം, അവനെ തൊട്ടവരെല്ലാം സുഖം പ്രാപിച്ചു, അവന് തൊട്ടവരെയും സൗഖ്യം പ്രാപിച്ചു. ഈ രാത്രിയിൽ നമുക്ക് വിശ്വാസത്തിൽ യേശുവിനെ തൊടണം. രക്തസ്രാവക്കായ സ്ത്രീ വിശ്വാസത്തിൽ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഒന്ന് തൊട്ടു. അവൾ വിശ്വസിച്ചു. അത് അവൾക്ക് സൗഖ്യമായി, അനുഗ്രഹമായി മാറി. ഈ രാത്രി വിശ്വസിക്കണം, ഞാൻ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ ഈ രാത്രിയിൽ ഞാൻ തൊട്ടും, ഞാൻ തൊടും, ഞാൻ വിശ്വാസത്തിൽ തൊടും. എൻ്റെ ദൈവത്തെ, എൻ്റെ കർത്താവിനെ, എൻ്റെ രക്ഷകരെ. നമുക്കറിയാം, അന്ധനായ ബർത്തിമേയോസ് നിലവിളിച്ചപ്പോൾ യേശു ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഈ രാത്രിയിൽ ക്രിസ്തു നിന്നോട് ചോദിക്കുകയാ, ഈ രാത്രിയിൽ ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അവൻ പറഞ്ഞു, കർത്താവേ, ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. ഗുരു, എനിക്ക് കാഴ്ച വീണ്ടും കിട്ടണം. കർത്താവ് അവന്റെ കണ്ണിൽ തൊട്ട് അവന് സൗഖ്യം ലഭിച്ചു. അവന് കാഴ്ച വീണ്ടും കിട്ടി. അവൻ ജീവിക്കുന്ന ക്രിസ്തുവിനെ കണ്ടു, അവനെ അനുഗമിച്ചു, അവൻ്റെതായിട്ട് തീർന്നു. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്താം. ഈശോയോട് പറയാം, കർത്താവേ, ഈ രാത്രിയിൽ ഇതൊക്കെയാണ് എൻ്റെ ആവശ്യങ്ങൾ. രണ്ട് കരങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് എല്ലാം മറന്ന് എല്ലാ ആശ്രയത്വം വിട്ട് ദൈവത്തിൽ മാത്രം ആശ്രയിച്ച്, പൂർണ്ണമായും അവരിൽ മാത്രം ആശ്രയിച്ച്, പൂർണ്ണമായും അവരിൽ നിന്ന് മാത്രം സഹായം പ്രതീക്ഷിച്ച് ആരാധിക്കാം, സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, യേശുവേ, ആരാധന.
എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. ആഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന് സർവശക്തൻ. ആഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന് സർവശക്തൻ. കരങ്ങളടിച്ച് എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം, എന്റെ ദൈവത്താലെല്ലാം സാധ്യം. അവൻ ആഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന് സർവശക്തൻ. ആഴിമേൽ നടന്നു അഗ്നിയിലിറങ്ങി ആകാശം തുറന്ന സർവശക്തൻ. ഓ എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. ഹല്ലേലൂയ. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ. കാൽവരിയിലെ രക്തം പാപമോചനമേകും. ഉള്ളം നൊന്തു കരഞ്ഞ മനസ്സലിഞ്ഞിടും നാഥൻ. കാൽവരിയിലെ രക്തം പാപമോചനമേകും. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. പ്രാർത്ഥിച്ചിടാം കണ്ണുനീരോടെ, ഒന്നും അസാധ്യമല്ല. എല്ലാം എല്ലാം സാധ്യം. ഹല്ലേലൂയ. എല്ലാം എല്ലാം സാധ്യം, എല്ലാം എല്ലാം സാധ്യം. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. രോഗമോ ദുഃഖമോ കഷ്ടമോ നഷ്ടമോ വിടുതൽ നൽകിടും നാഥൻ. വിളിക്കാം യേശുവേ, 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 ഹല്ലേലൂയ, യേശുവേ, യേശുവേ. ഈശോയിലേക്ക് നോക്കി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമുക്ക് ദൈവത്തിന്റെ സന്നദ്ധിയിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, ജീവിക്കുന്ന ഒരു ദൈവ സാന്നിധ്യം ഈ സമയത്ത് നമുക്കെല്ലാവർക്കും അനുഭവിച്ചറിയാൻ കഴിയും. പഴയ നിയമത്തിൽ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ ഏലിയായുടെ അടുത്തേക്ക് ജീവിതത്തിൽ തകർന്ന് തരിപ്പണമായ
പരാജയത്തിന്റെ പടുകുഴിയിൽ എത്തിപ്പോയ ഒരു വിധവയായ സ്ത്രീ ഏലിയായെ കണ്ട് പറയുന്നുണ്ട്, ജീവിതം മടുത്തു പ്രവാചക, ഇനി എന്താണെന്നറിയത്തില്ല. അപ്പോൾ ആ പ്രവാചകൻ ദൈവാത്മാവിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, സഹോദരി നിന്റെ വീട്ടിൽ എന്തുണ്ട്? അപ്പോൾ ഇങ്ങനെയാണ് മറുപടി പറഞ്ഞത്, ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ. അപ്പോൾ ഏലിയ പ്രവാചകൻ ആത്മാവിൽ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നീ വീട്ടിൽ ചെന്ന് നിന്റെ മക്കളെയും കൂട്ടി അകത്ത് കിടന്ന് വാതിലടച്ച് ഒഴിഞ്ഞ പാത്രത്തിലേക്ക് ആ എണ്ണ പകരണം. ഇനി നടക്കുന്നത് മുഴുവൻ അത്ഭുതമാണ് വചനത്തിൽ. ഇല്ലായ്മയെ നിറയ്ക്കുന്നത് ദൈവശക്തിയാണ്. എവിടെയാണ് ഇതുപോലത്തെ വേദനകൾ അനുഭവിക്കുന്ന ആരെങ്കിലും ഈ പ്രാർത്ഥനയിൽ ഉണ്ടെങ്കിൽ, ഇല്ലായ്മയിൽ ദൈവശക്തി കൊണ്ട് അനുഗ്രഹം നിറയ്ക്കുന്നത് ദൈവമാണ്. എവിടെയാ ഒന്നുമില്ല, ഇനി മുന്നോട്ട് നീങ്ങാൻ പറ്റിയേലെന്ന് നമ്മൾ പറയുന്നത്, അവിടെ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. ഇന്ന് നമ്മൾ കണ്ടില്ലേ, നമ്മളുടെ പ്രാർത്ഥനയുടെ അളവ് കുറച്ചുകൂടെ വർദ്ധിക്കണമെന്നത് പരിശുദ്ധാത്മാവിന്റെ ഈ കാലഘട്ടത്തിന്റെ സ്വരമാണ്. ഈശോ പോലും പറഞ്ഞില്ലേ, ഭഗ്നാശരാകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന്. അതിനകത്ത് മലയാളത്തിൽ ഒരു വാക്കുണ്ട്, എപ്പോഴും. രാവിലെ കുറച്ചു നേരം, വൈകുന്നേരം, പിന്നെ സമയം കിട്ടുമ്പോഴെന്നല്ല, എപ്പോഴും പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ടവർ, ഈ സമയത്ത് നമ്മൾ ഒരു നല്ല വിശ്വാസത്തോടെ ആയിരിക്കട്ടെ. നല്ല ഒരു വിശ്വാസത്തിലാണെങ്കിൽ ഇന്ന് ഇല്ലായ്മയിൽ അനുഗ്രഹം നിറയ്ക്കും. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന പ്രതിസന്ധികളിൽ ദൈവത്തിന്റെ അനുഗ്രഹം വന്ന് നിറയും. അങ്ങനെയെങ്കിൽ വിശ്വാസത്തോടെ നിങ്ങൾ കണ്ണുകളടച്ച്, മുമ്പേ നമ്മൾ ശ്രവിച്ചില്ലേ, എവിടെയാണോ ദൈവത്തിന്റെ കരം ചലിക്കുന്നത്, ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ശ്രദ്ധിക്കണേ, ആത്മാവിന്റെ ചെറിയ അനക്കം പോലും അറിയാനും അനുഭവിക്കാനും ഇടയാകും. അത്ര ഭക്തിയോടെ ആയിരിക്കുന്നെങ്കിൽ ദൈവാത്മാവിന്റെ ചെറിയ ചലനങ്ങൾ പോലും നിങ്ങൾക്ക് ഫീൽ ചെയ്യും ഈ സമയത്ത്. അങ്ങനെയെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഒരിക്കൽ കൂടി ജീവനുള്ള ദൈവത്തെ ജീവനോടെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവമേ, അഭിഷേകം നിറയ്ക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിനെ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബന്ധനങ്ങളെ അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പാപത്തിന്റെ കെട്ടുകളെ അഴിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അന്ധകാരത്തിന്റെ പീഡകളിൽ വിടുതൽ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയുടെ ശക്തിയുള്ള നാമത്തിൽ ആശ്രയിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം അറിഞ്ഞ് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. അതായത്, നമ്മൾ വിചാരിക്കുന്നത് ഈശോ ഒരു രോഗസൗഖ്യക്കാരൻ മാത്രമാണെന്ന. വിശുദ്ധ ഗ്രന്ഥത്തിൽ പത്രോസ് ശ്ലീഹായുടെ അമ്മായിയമ്മയ്ക്ക് പനി വന്നപ്പോൾ ഈശോ ആ വീട്ടിൽ ചെന്ന് കൈക്ക് പിടിച്ച് എഴുന്നേറ്റ് സൗഖ്യം കൊടുത്തു. അതിൻ്റെ അർത്ഥം ആ നാട്ടിലുള്ള മുഴുവൻ പനി വന്നവരെയും ഈശോ തൊട്ടപ്പോഴാ സൗഖ്യപ്പെടുത്തിയെന്ന് അർത്ഥമില്ല. അന്ന് മരുന്ന് കഴിച്ചും ഡോക്ടറെ കണ്ടും വൈദ്യരെ കണ്ടും രോഗം മാറിയിട്ടുണ്ടാകും. ആ നാട്ടിൽ പനിയുള്ള ഒരാളെ ഈശോ സുഖപ്പെടുത്തിയിട്ടുള്ളൂ. ആ സമയത്ത് ഈശോ ഒരു രോഗസൗഖ്യക്കാരൻ മാത്രമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. അല്ല, വേറെ ഒരാൾക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഈശോ ചെയ്തിട്ടുണ്ട്. അതാണ് ഈശോ സ്വന്തം രക്തത്താൽ നമ്മുടെ പാപത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് നമ്മളെ രക്ഷിച്ചത്. അത് വേറെ ഒരാൾക്കും ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പനിയാണെങ്കിൽ അത് മരുന്ന് കഴിച്ചാൽ ഡോക്ടറെ കണ്ടാൽ മാറും, ഈശോ തൊട്ട് സുഖപ്പെടുത്തിയ അനുഭവം ഉണ്ടാകും. പക്ഷേ ഒരു മരുന്ന് കഴിച്ചാൽ പാപത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്ന് മാറുമോ? പ്രിയപ്പെട്ടവരെ, ഈശോ വന്നത് തന്നെ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിക്കാനാണ്. അതിന്റെ അർത്ഥം ഇങ്ങനെയാണ്, നമുക്കൊരു ന്യൂ ലൈഫ്, ഒരു നല്ല പുതിയ ജീവിതം തരാനാ ഈശോ വന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, പാപത്തിന്റെ കെട്ടപ്പെട്ട അവസ്ഥകളിൽ നിന്ന് സൗഖ്യം നേടാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ച്, അത്ഭുതങ്ങളുടെ പുറകെ അല്ല നമ്മൾ പോകേണ്ടത്, അടയാളങ്ങളുടെ പുറകെ മാത്രമല്ല. ഈശോ വന്നത് അതാ ഈശോ പറഞ്ഞത്, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനും ആ ജീവൻ നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകാനുമാണ് ഈശോ പറഞ്ഞില്ലേ? ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ,
ഈ ആരാധനയിൽ നമുക്കെല്ലാം ഒറ്റ മനസ്സോടെ പ്രാർത്ഥിക്കുമ്പോൾ, ഇപ്പോൾ നിങ്ങൾ എവിടെ ഇരുന്നാണ് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത് എങ്കിലും, ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിലെ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവെങ്കിലും ആ വിഷയത്തിൽ ദൈവത്തിന്റെ ശക്തി വെളിപ്പെടും. അങ്ങനെയെങ്കിൽ എളിമയോടെ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി, പ്രിയപ്പെട്ടവരെ, മോശ കരങ്ങൾ ഉയർത്തി പിടിച്ചപ്പോൾ ഇസ്രായേൽക്കാർ വിജയിച്ചു എന്ന് പഴയ നിയമത്തിൽ എഴുതിയത് വായിച്ചിട്ടില്ലേ? കരങ്ങൾ ഉയർത്തിയാൽ എങ്ങനെയാ ജയിക്കുന്നേ? കരങ്ങൾ ഉയർത്തിയാൽ എങ്ങനെയാ പ്രശ്നം മാറുന്നത്? കരങ്ങൾ ഉയർത്തുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, അത് നിസ്സഹായ അവസ്ഥയിലാണ് ഉയർത്തുന്നത്. അപ്പോൾ ആ ഉയർത്തിയ കരത്തിന്റെ താഴെയുള്ള മുഴുവൻ പ്രശ്നങ്ങളിലും ദൈവശക്തി വെളിപ്പെട്ടിരിക്കും. അങ്ങനെയെങ്കിൽ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് ആത്മാവിൽ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ! എല്ലാവരും സ്തുതിക്കുന്നു. ദൈവമേ, ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ ശക്തമായ ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, 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 ഹല്ലേലൂയ. യേശുവേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കട്ടെ. രോഗികൾ പ്രാർത്ഥിക്കട്ടെ. സങ്കടം അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും കെട്ടപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഏതെങ്കിലും വിടുതൽ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. സങ്കട കയത്തിൽ കിടക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഒരുമിച്ച് നമ്മൾ കരങ്ങൾ അടിച്ച് കരങ്ങൾ നല്ലതുപോലെ ശക്തിയോടെ അടിച്ച്, അത്ഭുത ശക്തിയോടെ, തീക്ഷണതയോടെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വാസത്തോടെ, ഉണർവോടെ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് നമ്മൾ ദൈവത്തെ ആരാധിക്കുന്നു. എല്ലാവരും ചേർന്ന് കരമടിക്കാം. ദൈവമേ, ദാനിയേലും സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദാനിയേലും സിംഹക്കുഴിയിൽ ആരാധിച്ചപ്പോൾ, അപ്പസ്തോലർ ജയിലുകളിൽ ആരാധിച്ചപ്പോൾ, ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ദൈവജനം രക്തം ചിന്തി ആരാധിച്ചപ്പോൾ, കഷ്ടതയിൽ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, ആദ്യ സഭവാളിൻ മുൻപിൽ ധീരതയോടെ ഹല്ലേലൂയ ഗീതം പാടി ആരാധിച്ചപ്പോൾ, യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. യേശുവിനായി ലോകത്തിൽ മരണം വന്നാലും ഹല്ലേലൂയ ഗീതം പാടി ആരാധിക്കുമേ. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, മാലാഖമാരൊന്നിച്ച് ആരാധിക്കാം. ആരാധിക്കാം, നമുക്ക് ആരാധിക്കാം, ആത്മാവിൻ ശക്തിയോട് ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുടർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് കേട്ട ദൈവവചനത്തിന്റെ വെളിച്ചത്തിലൊന്ന് പ്രാർത്ഥിച്ചാലോ? മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന, അത് മാതാപിതാക്കളുടെ പ്രാർത്ഥന, തലമുറകളിലേക്ക് അഭിഷേകം കൊണ്ടുവരുന്ന പ്രാർത്ഥനയാണത്. ഒരുപക്ഷെ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ മക്കൾക്ക് വേണ്ടി, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരുപാട് ആളുകൾ, വ്യക്തികൾ, മാതാപിതാക്കൾ ഇപ്പോൾ പ്രാർത്ഥനയിലായിരിക്കും. പ്രിയപ്പെട്ട അമ്മച്ചിമാരെ, പ്രിയപ്പെട്ട അപ്പച്ചന്മാരെ, നിങ്ങളുടെ പ്രാർത്ഥനയുടെ വില നിങ്ങൾക്ക് പോലും അറിയില്ല.
ചില ആളുകൾ പ്രാർത്ഥിക്കുന്നവരെ കളിയാക്കും. എപ്പോഴും പ്രാർത്ഥനയാണല്ലോ എന്ന് ചോദിക്കും. എന്നാൽ പ്രാർത്ഥനയുടെ വില അറിയുന്ന ഒരാൾ എന്തെങ്കിലും ഒന്ന് കേട്ടാൽ പ്രാർത്ഥന കുറയ്ക്കില്ല. പ്രാർത്ഥനയുടെ ശക്തി അറിഞ്ഞ ആളുകൾ പ്രാർത്ഥനയുടെ അളവ് കൂട്ടുകയുള്ളൂ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിശ്വാസത്തിന്റെ അളവ് കൂട്ടണം, പ്രാർത്ഥനയുടെ അളവ് നമ്മൾ കൂട്ടണം. ബാക്കി എന്തെല്ലാം ചെയ്താലും പ്രാർത്ഥനയില്ലാതെ പോയാൽ അതിൻ്റെതായ കുറവ് അവിടെ പ്രകടമാകും. പ്രാർത്ഥനയുണ്ടെങ്കിൽ ദൈവകരം എപ്പോഴും ആ വ്യക്തിക്ക് വേണ്ടി ചലിക്കും. ശ്രദ്ധിച്ചേ, ഒരു അമ്മ, സീറോ ഫിനീഷ്യൻ വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ ഈശോയുടെ അടുത്ത് ചെന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോഴല്ലേ കൊച്ചുമകളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടത്. നമ്മൾ ചിന്തിക്കും ദൈവത്തിനെല്ലാം അറിയാൻ പാടില്ലേ, നമ്മൾ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? പ്രാർത്ഥിച്ചാലോ ദൈവം, പ്രാർത്ഥിച്ചാലേ ദൈവം പ്രവർത്തിക്കുകയുള്ളൂ, പ്രാർത്ഥിച്ചാലേ ദൈവം വിഷയത്തിൽ ഇടപെടുകയുള്ളൂ. ബൈബിളിൽ അങ്ങനെയാ കാണുന്നത്. ഇസ്രായേൽ ജനം പ്രാർത്ഥിക്കാത്ത സമയത്തെല്ലാം ഈജിപ്തുകാരുടെ അടിമത്തത്തിൽ കഴിയുമായിരുന്നു. ഇസ്രായേൽ ജനം അടുത്ത് വിഷമിച്ച് ഹൃദയം നുറങ്ങി വിളിച്ചപ്പോഴാ ദൈവം പ്രാർത്ഥന കേട്ടതും അവർക്കായി ദൈവം ഇറങ്ങി പ്രവർത്തിച്ചതും. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, എന്തിനാ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിക്കുന്നവർക്കൊരു ഉത്തരം പറയട്ടെ. പ്രാർത്ഥിക്കുമ്പോഴേ നമുക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കുകയുള്ളൂ. ഈശോ ശിഷ്യന്മാരും ഈശോയും ഒരുമിച്ച് പോകുമ്പോൾ കാറ്റും പ്രതികൂല സാഹചര്യങ്ങളും ഉണ്ടായപ്പോൾ ഈശോ ഉണർന്ന് പ്രവർത്തിച്ചില്ലല്ലോ. അവർ ഈശോയെ വിളിച്ചു പ്രാർത്ഥിച്ചപ്പോഴല്ലേ ഈശോ ഉണർന്നെഴുന്നേറ്റത്. ഞാനും നിങ്ങളും ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ മക്കളെ മനസ്സിൽ കാണുക, അവർക്ക് വേണ്ടി നിങ്ങളുടെ പ്രാർത്ഥനയൊന്ന് എത്തിച്ചു കൊടുത്തേ. നിങ്ങൾ ഒരുപക്ഷെ മകന് വേണ്ടി, മകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരാളാകാം. നിങ്ങളുടെ മകൻ ചിലപ്പോൾ തെറ്റായ കൂട്ടുകെട്ടിലോ തെറ്റായ ജീവിത രീതിയിലോ ഒക്കെ ആയിരിക്കാം. ഏത് കെട്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും ദൈവം വിടുവിച്ച് നിങ്ങളുടെ പ്രാർത്ഥനയിലൂടെ രക്ഷിച്ചെടുക്കും. എത്രയോ മാതാപിതാക്കളെ നോക്കിയിട്ട് മക്കൾ പറയുന്ന ഒരു വാക്കാ, എൻ്റെ അപ്പച്ചനും അമ്മയും നല്ല പ്രാർത്ഥിക്കുന്ന ആളായോണ്ടാ ഞങ്ങൾ ഇങ്ങനെയൊക്കെ ആയെന്ന് പറയുന്നത് എത്ര പേരുണ്ടെന്ന് അറിയാമോ? പ്രാർത്ഥന കൊണ്ട് രക്ഷപ്പെട്ടു പോയി എത്രയോ ആളുകളുണ്ടെന്ന് അറിയാമോ? ഞാൻ വിശ്വാസത്തിൽ കണ്ട ഒരു കാര്യമാ, പ്രാർത്ഥിക്കുന്നവന്റെ കരം ദൈവം പിടിച്ചു നടത്തും. പ്രാർത്ഥിക്കുന്നവനെ കരം പിടിച്ചു നടത്തുന്ന ദൈവം. അങ്ങനെയെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ മക്കളിലേക്ക് അഭിഷേകം വരുന്ന ഒരു ആരാധനയാകട്ടെ ഈ നൈറ്റ് വിജിലിലെ ആരാധന. ഈ ശാലോം നൈറ്റ് വിജിലിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ടുവെന്ന് ഈ സ്ഥലത്ത് അറിയാൻ ഇടയാകട്ടെ. കർത്താവാണ് ദൈവമെന്ന് ഉറക്കെ പ്രഘോഷിക്കാൻ ഇത് നിമിത്തമാകട്ടെ. നിങ്ങൾ എവിടെയായിരുന്നാലും ദൈവത്തിന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ചലിക്കും. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി കരങ്ങൾ ഹൃദയത്തിൽ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകൾ അടയ്ക്കാം. നിങ്ങളുടെ മനസ്സിൽ വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കാണുക, എന്റെ കുടുംബത്തിലെ ഇന്ന നിയോഗം ദൈവത്തിന്റെ കരമൊന്ന് ചലിച്ചായിരുന്നെങ്കിൽ, അവിടെ എന്റെ കടബാധ്യത ദൈവത്തിന്റെ കരമൊന്ന് അവിടെ ഒന്ന് ചലിച്ചായിരുന്നെങ്കിൽ, എന്റെ തലമുറകളിൽ ഇതാ ഇങ്ങനെ ഒരു അസ്വസ്ഥത, കുടുംബത്തിൽ സമാധാനമില്ല, സന്തോഷമില്ല, മക്കൾ ഇങ്ങനെയാണ്, ജീവിത പങ്കാളി ഇങ്ങനെയാണ്. ദൈവത്തിന്റെ കരം ചലിക്കും, ദൈവത്തിന്റെ കരം ചലിക്കും. വിശ്വാസത്തോടെ ഒരു നിമിഷം എല്ലാവരും ആത്മാവിൽ സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ. എല്ലാവരും സ്തുതിക്കുന്നു, സ്തുതിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കരം ചലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ സഹായിക്കണമേ, ദൈവമേ ശക്തിപ്പെടുത്തണമേ. ദൈവത്തിന്റെ ആത്മാവ് നിറയട്ടെ, ദൈവത്തിന്റെ ശക്തി നിറയട്ടെ, ദൈവത്തിന്റെ ആത്മാവ് നിറയണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ദൈവമേ നന്ദി, നന്ദി, നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. സാധിക്കുമെങ്കിൽ ഒരുമിച്ച് കരങ്ങൾ അടിച്ച് കരവേല പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. എല്ലാവരും ചേർന്ന് പാടാമോ? കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. വിശ്വാസത്തോടെ പാടാം. കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. കൂട്ടായ്മയിൽ കർത്താവിന്റെ കരവേല പൂർണ്ണമായി വെളിപ്പെടും അടയാളങ്ങൾ സംഭവിക്കട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിൽ ആയിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം ദൈവശക്തി വെളിപ്പെടട്ടെ. ഇന്നിവിടെ ഈ നിമിഷം
മാർഗത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. എന്നും ജീവിക്കുന്ന യേശുവിന്റെ സാന്നിധ്യത്തെ ജനതകൾ കണ്ടിടട്ടെ. സത്യവിശ്വാസ മാർഗത്തിലായിരങ്ങൾ കൂട്ടമായി ചേർന്നിടട്ടെ. നമുക്ക് ഈ സമയത്ത് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ എളിമയോടെ മുട്ടിന്മേൽ നിന്ന് ഇപ്പോൾ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടേതായ ചില പ്രാർത്ഥനകൾ സമർപ്പിക്കാനുണ്ടാകും. ആരും ഒന്ന് കണ്ടു കേട്ട് പോകാൻ വന്നവരാരും ഉണ്ടാകില്ല. എല്ലാവരും ഹൃദയം നുറുങ്ങി വേദനിക്കുന്നവരും വിഷമിക്കുന്നവരുമാണ്. എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് പോലും അറിയില്ല എൻ്റെ വിഷമം എന്നാണെന്ന്. പക്ഷെ എൻ്റെ ദൈവത്തിനറിയാം എൻ്റെ മനസ്സ് എന്തിനാ വേദനിക്കുന്നതെന്ന്, ഏത് കാരണത്താലാണെന്ന് വരെ ഈശോയ്ക്കറിയാം. ഞാൻ നല്ല ഡ്രസ്സും നല്ലതുപോലെ തലമുടി ചീകി നല്ല വൃത്തിയായിട്ട് നടക്കുമ്പോൾ എന്നെ കാണുന്നവർ ചിന്തിക്കും ഞാൻ നല്ല സന്തോഷത്തിലാണെന്ന്, ഒരു പ്രശ്നവും എനിക്കില്ലെന്നൊക്കെ ആളുകൾ ചിന്തിക്കും. എന്നാൽ ഒരു 10 മിനിറ്റ് സംസാരിക്കുമ്പോൾ അറിയും ആ വ്യക്തി വലിയൊരു പ്രശ്നത്തിനകത്താണെന്ന്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇടത്തും വലത്തും നിൽക്കുന്നവർക്കോ മുമ്പിലോ പുറകിലോ നിൽക്കുന്നവർക്കോ പോലും നമ്മുടെ വിഷമങ്ങൾ അറിയത്തില്ല. അവർ നമ്മുടെ പുറമേ മാത്രമേ കാണുന്നുള്ളൂ. ഹൃദയത്തിൻ്റെ വേദന അറിയുന്ന ഒരു ദൈവമുണ്ട്. എല്ലാ വഴികളും അടഞ്ഞുവെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ടാകും. എല്ലാ വഴികളും അടഞ്ഞുവെന്ന് ചിന്തിച്ചൊരു സമയം ഇസ്രായേൽക്കാർക്കും ഉണ്ടായി. ഇസ്രായേൽക്കാർ മോശയ്ക്കെതിരെ തിരിഞ്ഞ് പിറുപിറുത്തൊരു സമയമുണ്ട്. മോശയോട് ചോദിച്ചു, ഞങ്ങളെ കൊല്ലാനാണോ ഇങ്ങോട്ട് കൊണ്ടുവന്നതെന്ന്. എപ്പോഴാ ചോദിച്ചതെന്നറിയാമോ? എല്ലാ വഴികളും അടഞ്ഞു എന്ന് അവർക്ക് അങ്ങ് തോന്നിയപ്പം. മുന്നോട്ട് നോക്കുമ്പോൾ ചെങ്കടലാ കണ്ടത്. പുറകിലോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ഈജിപ്തിന്റെ സൈന്യമാ വരുന്നേ. മുന്നോട്ടും പോകത്തില്ല, പുറകോട്ടും പോകത്തില്ല. ഒരു വലിയ പ്രതിസന്ധിയിൽ. അപ്പോൾ ദൈവം മോശയോട് പറഞ്ഞത് എല്ലാവരോടും ഓടി രക്ഷപ്പെടാനല്ല പറഞ്ഞേ. മോശ ഇസ്രായേൽക്കാരോട് 4 പാട് ഓടിക്കോ എന്നല്ല പറഞ്ഞത്. ദൈവത്തിൻ്റെ ഒരു സ്വരമുണ്ടല്ലോ, ബൈബിളിനകത്ത് എഴുതിയിട്ടുണ്ട്. എല്ലാ വഴികളും അടഞ്ഞു എന്ന് അവർക്ക് തോന്നിയുന്ന സമയത്ത് ദൈവം പറയുന്ന ഒരു വാക്കാ മോശയോട്, നീ ആ പ്രതിസന്ധിയുടെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി നിൽക്ക്. നിന്റെ കയ്യിലിരിക്കുന്ന ആ വടിയെടുത്ത് ഉയർത്തി നിൽക്ക്. ശ്രദ്ധിച്ച്, ഇസ്രായേൽ ജനങ്ങളിലെ ആരെങ്കിലും ഒരാളെങ്കിലും വെറുതെ പോലും വിചാരിച്ചിട്ടില്ല ഈ ചെങ്കടലിൽ ഒരു വഴി ഉണ്ടാകുന്നു. മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ചെങ്കടൽ എങ്ങനെയാ രണ്ടായത്? അത് ദൈവത്തിന്റെ പ്രവൃത്തിയാ, മനുഷ്യന്റെ ബുദ്ധിയിലുള്ള കാര്യമല്ലത്. നമ്മൾ ചിന്തിക്കും എത്ര വലിയ ശക്തിയുള്ള HP മോട്ടോർ വെച്ചാലായിരിക്കും ഇതൊന്ന് വെള്ളം പറ്റിച്ചെടുക്കാൻ പറ്റുന്നത്. നമ്മൾ ആലോചിച്ച് തലമുണ്ടാക്കും. എന്നാൽ ആ സമയത്ത് മോശയോട് ദൈവം പറഞ്ഞു, നീ പ്രാർത്ഥിക്ക്. ചെങ്കടല് ഭാവനയിൽ കണ്ടു, വെള്ളം മൂടിക്കിടക്കുന്ന സ്ഥലമാണ്, അതിലൂടെ ഒരു വഴി പോലും കാണാനില്ല. അപ്പോഴാണ് മോശ ആ പ്രതിസന്ധിയിൽ കരങ്ങൾ ഉയർത്തിയപ്പോൾ ദൈവം തുറന്ന വഴി ഇസ്രായേൽക്കാർ മുഴുവൻ കണ്ടത്. ഒരാത്മീയ ദൂത് പറയട്ടെ, പ്രാർത്ഥിക്കാൻ ഒരാൾ മുന്നിലുണ്ടെങ്കിൽ പുറകിൽ നിൽക്കുന്നവർക്ക് വരെ കാണാൻ പറ്റും ദൈവം തുറക്കുന്ന വഴി. നമ്മുടെയൊക്കെ പരാജയം എന്ന് പറയട്ടെ, പ്രാർത്ഥിച്ച് മുന്നിൽ നിൽക്കാൻ ഒരാളില്ല. പ്രാർത്ഥിച്ച് മുന്നിൽ നിൽക്കാൻ വിശ്വാസമുള്ള ഒരാളില്ല. പ്രശ്നം വന്നാൽ പതറിപ്പോകുന്നവരേ ഉള്ളൂ. എന്നാൽ ഈ നൈറ്റ് വിജിലിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും പറയട്ടെ, പ്രാർത്ഥനയിൽ മുന്നിൽ നിൽക്കുന്ന ഒരാളായിരിക്കട്ടെ നിങ്ങൾ. പ്രാർത്ഥനയിൽ മുന്നിൽ നിൽക്കുമ്പം ദൈവം നമ്മുടെ പുറകെ നിൽക്കുന്നവർക്ക് കൂടി ദൈവം അനുഗ്രഹം ചൊരിഞ്ഞു കൊടുക്കും. ഇസ്രായേൽക്കാർ ദൈവം തുറന്ന വഴിയിലൂടെ മുന്നോട്ട് പോയില്ലേ? ശ്രദ്ധിച്ചേ, ഇസ്രായേൽക്കാര് മുന്നോട്ട് പോയി ദൈവം തുറന്ന വഴിയിലൂടെ പോയപ്പോഴും ശത്രുക്കൾ പുറകെ വന്നാലോ? ശത്രുക്കൾ പുറകെ വന്നു. പക്ഷെ ഇസ്രായേൽ ജനത്തെ ദൈവം തുറന്ന വഴിയിലൂടെ ശത്രുക്കൾക്ക് മുന്നേറാൻ പറ്റിയില്ലെന്ന് വായിച്ചാൽ മനസ്സിലാവും. ദൈവം തുറന്ന വഴിയിലൂടെ ഇസ്രായേൽക്കാർ പോയി, ഈജിപ്തുകാരും അതിലെ പുറകെ വന്നു. പക്ഷെ അവർക്ക് ഇസ്രായേൽക്കാരെ തൊടാൻ പോലും പറ്റിയില്ല. ദൈവം തുറന്നൊരു വഴിയിലാണ് നമ്മളെങ്കിൽ
ഒരു ശത്രുവിന് നമ്മുടെ മേൽ വിജയം നേടാൻ കഴിയത്തില്ല. ശ്രദ്ധിച്ച്, ഇതെല്ലാവരും ഹൃദയത്തിന്റെ പലകയിൽ എഴുതി വച്ചിട്ടേ പോകാവുള്ളൂ. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രാർത്ഥിച്ചാൽ എന്തേലും നടക്കുമെന്ന്. പ്രാർത്ഥിച്ചാൽ ദൈവം വഴി തുറക്കും. അടഞ്ഞ വാതിലുകളെ ദൈവം തുറക്കും. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഏതെങ്കിലും വ്യക്തികൾ ഇനി ജീവിച്ചിട്ടൊന്നും കാര്യമൊന്നും ഇല്ലെന്നാ തോന്നുന്നേ, ഇനി പോയി മരിക്കുക നല്ലത്, എന്തിനാ ഇങ്ങനത്തെ ജീവിതം? മനസ്സും അടുത്തിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറക്കുന്ന ഒരു വാതിൽ, ഒരു വഴി നിങ്ങൾ കാണും. വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതിയിട്ടുണ്ട്, അവൻ തുറന്നാൽ ആരും അടക്കില്ലെന്ന്. ദൈവം ആ ഒരു വഴി തുറന്നെങ്കിൽ അതാരും അടയ്ക്കാൻ വിചാരിച്ചാൽ അടക്കിയല്ല. അടയ്ക്കാൻ വിചാരിക്കുന്നവരുണ്ടാകും, അവർ മടുത്തു മാറുകയുള്ളൂ. നമ്മൾ തുറക്കുന്ന വഴികളൊക്കെ ആർക്കും അടയ്ക്കാം, ദൈവം തുറന്ന വഴികളെ അടയ്ക്കാൻ ആർക്കും കഴിയില്ല. ഇസ്രായേൽക്കാർക്ക് വേണ്ടി ദൈവം തുറന്ന വഴി ഈജിപ്തുകാർ എന്തൊക്കെ പരിപാടി കാണിച്ച് അടയ്ക്കാൻ നോക്കി, ആർക്കും കഴിഞ്ഞില്ല. പ്രിയപ്പെട്ടവരെ, ഇതാ നമ്മുടെ കുടുംബത്തിൽ ദൈവം വഴി തുറക്കുന്ന ഒരു സമയം, തലമുറകളിൽ ദൈവം വഴി തുറക്കും. ദൈവം തുറന്നാൽ ആരും അടക്കില്ല, ഒരു ശത്രുവിനും തൊടാൻ പോലും പറ്റത്തില്ല. നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച് ദൈവത്തിന്റെ വഴി തുറക്കുന്ന ദൈവത്തിന്റെ കരം, പ്രാർത്ഥിച്ച് മുന്നിൽ നിൽക്കാൻ ഒരാളേലും വേണം. പ്രാർത്ഥിച്ച ഒരു മോശ മതി, മോശയെ പോലെ മുന്നിൽ നിൽക്കുന്ന ഒരാൾ മതിയെന്നേ ദൈവശക്തി വെളിപ്പെടാൻ. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്തി വിശ്വാസത്തിന്റെ കണ്ണുകൾ കൊണ്ട് മോശ പ്രാർത്ഥിച്ചതുപോലെ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ പ്രതിസന്ധികളും ദൈവശക്തി വെളിപ്പെടും. ഹല്ലേലൂയ, എല്ലാവരും സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി പറയുന്നു. വഴി തുറക്കും, വഴി തുറക്കും, വഴി തുറക്കുന്ന ദൈവം, 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 അത്ഭുതങ്ങളെ ചെയ്യുന്ന ദൈവം, ലോകസൗഖ്യം നൽകുന്ന ദൈവം. ഹല്ലേലൂയ, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 യേശുവേ, 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 യേശുവേ ആരാധന. വാതിൽ തുറന്ന ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ തുറന്ന ആർക്കും അടപ്പാനാവുകില്ല. യേശു ഒരു വാതിൽ അടച്ച ആർക്കും തുറപ്പാനാവുകില്ല. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരീൻ വാതിൽ അടച്ചിടുമേ. തുറന്നിടുമേ വാതിൽ, തുറന്നിടുമേ എനിക്കായി വാതിൽ തുറന്നിടുമേ. അടച്ചിടുമേ വാതിൽ, അടച്ചിടുമേ വൈരീൻ വാതിൽ അടച്ചിടുമേ. വലിയ വിശ്വാസത്തോടെ കർത്താവിൻ്റെ മുമ്പിൽ നമുക്കായിരിക്കാം പ്രിയരെ. ഈ സമയം ലോകം മുഴുവൻ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ മുൻപിൽ ചേർന്ന് നിൽക്കുകയാണ്. അനേകായിരം മക്കൾ ദാഹത്തോടെ പ്രാർത്ഥിക്കുന്ന സമയം, കണ്ണുനീരിൻ്റെയും വേദനയുടെയും നിരാശയുടെയും വഴിയിലൂടെയും കടന്നു പോകുന്ന അനേകർ ഇത്തിരി ആശ്വാസത്തിന് വേണ്ടി തമ്പുരാൻ്റെ മുമ്പിൽ കടന്നു വന്നിരിക്കുന്ന സമയം, ഹൃദയപൂർവ്വം നമുക്ക് അവരോടെല്ലാം ചേരാം. ഈ ശുശ്രൂഷയിൽ ഈ സമയത്ത് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മനുഷ്യരെയും ഈ വചനകൂടാരത്തിൽ ഇരുന്നു കൊണ്ടും ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ, വിവിധ രാജ്യങ്ങളിൽ, ദേശങ്ങളിൽ, വിവിധ ഭവനങ്ങളിൽ, ദേവാലയങ്ങളിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പുകളിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന അനേകരോട് കരം കോർത്ത് പിടിക്കുക. കർത്താവേ, ഞങ്ങളൊരു കൂട്ടായ്മയെ പ്രാർത്ഥിക്കുന്നു. നിന്റെ അനന്തമായ കാരുണ്യം ഈ രാത്രിയിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ശലോമിനോട് ചേർന്ന് ഈ സമയം ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അനുഗ്രഹത്തിന്റെ രാത്രിയിൽ ദൈവമേ, ദിവ്യകാരുണ്യീശോയെ അങ്ങ് കരമുയർത്തി ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണം. കർത്താവേ, ഞങ്ങൾ വന്നതുപോലെ മടങ്ങിപ്പോകാൻ അനുവദിക്കരുത്. കർത്താവേ, അങ്ങയുടെ മുമ്പിൽ വന്നതുപോലെ മടങ്ങിപ്പോകാതെ അങ്ങയിൽ നിന്ന് കൃപ സ്വീകരിച്ച് അനുഗ്രഹം സ്വന്തമാക്കി വിടുതൽ ജീവിതത്തിൽ ഏറ്റുവാങ്ങി
സൗഖ്യം ശരീരത്തിൽ സ്വീകരിച്ച് കർത്താവേ ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങാൻ അവിടുന്ന് അനുവദിക്കണമേ. ഒരുമിച്ച് ഈശോയുടെ നേരെ ഒരിക്കൽ കൂടി കരമുയർത്തിക്കൊണ്ട് വിശ്വാസത്തിൽ കൂട്ടായ്മയായി നമുക്ക് പ്രാർത്ഥിക്കാം. നിലവിളിക്കുന്ന ദൈവജനത്തിനു വേണ്ടി കരമുയർത്തുന്ന കർത്താവിന്റെ മുമ്പിലേക്ക് കരമുയർത്തി, ഹൃദയമുയർത്തി, ശബ്ദമുയർത്തി ഒരിക്കൽ കൂടി വിശ്വാസത്തോടെ ഈശോനെ ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവേ, അങ്ങയുടെ കരുണയ്ക്കായി ഏക മനസ്സോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ ജനത്തെ നീ അനുഗ്രഹിക്കണമേ. ഇസ്രായേലിനെ അനുഗ്രഹിച്ച യഹോവയായ ദൈവമേ, അബ്രാഹത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമായി കർത്താവേ, അവിടുന്ന് കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കരമുയർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ എടുത്തു മാറ്റണമേ. തകർച്ചയിൽ ഞങ്ങൾക്ക് വീണ്ടെടുപ്പ് നൽകണമേ. കണ്ണുനീരിൽ നിന്ന് ഞങ്ങൾക്ക് ആശ്വാസം നൽകണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ധകാര കെട്ടുകളെ ഞങ്ങളുടെ ജീവിതത്തിൽ എടുത്തു മാറ്റി ഞങ്ങളെ സ്വതന്ത്രരാക്കണമേ. ദൈവജനം സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആരിലും ശ്രേഷ്ഠമാ, ആരിലും ശക്തമാ, ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. ആഴത്തിൽ എന്നോടും ഇടപെടണേ. ആത്മാവിൽ എന്നോടും ഇടപെടണേ. കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഈ സമയങ്ങളിൽ വിശ്വാസത്തിൽ ശാലോം മിനിസ്ട്രിയെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ലോകത്തിൻ്റെ അതിരുകളോളം സുവിശേഷം കൊടുക്കാൻ യേശു എന്ന ഏക സത്യദൈവത്തെ ലോകത്തിൻ്റെ അതിർത്തിയിൽ വരെയും പരിചയപ്പെടുത്താൻ ഈശോ ആരംഭിച്ച അവിടുത്തെ ശുശ്രൂഷയെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. തിരുസഭയെ പടുത്തുയർത്താൻ ഈശോ ആരംഭിച്ച ശാലോമിനെ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരതരം ഉയർത്തിപ്പിടിച്ച് ശാലോമിൻ്റെ നേതൃത്വത്തെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം പ്രിയമുള്ളവരെയും ശാലോമിനെ സാമ്പത്തികമായിട്ട് സഹായിക്കുന്നവര്, പ്രാർത്ഥനയിലൂടെ സഹായിക്കുന്നവര്, കണ്ണുനീരും അധ്വാനത്തിലൂടെ എല്ലാം സഹായിക്കുന്ന ശാലോം പീസ് ഫെലോഷിപ്പിലെ അംഗങ്ങൾ, ശാലോം SPF അംഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവേ, ശാലോമിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവേ, ശാലോമിനെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ SPF അംഗങ്ങളെയും അവരുടെ കുടുംബങ്ങളെയും അവിടുത്തെ പരിശുദ്ധ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അവിടുത്തെ ശുശ്രൂഷ സഹായിക്കുന്നതിന് യോഗ്യതയാൽ അവരുടെ തലമുറയെ, അവരുടെ കുടുംബത്തെ അനുഗ്രഹിച്ച് അനുഗ്രഹമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടെ സാമ്പത്തികമായി അനുഗ്രഹിക്കണമേ കർത്താവേ, കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ, തലമുറ അനുഗ്രഹിക്കണമേ കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ, പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. റുഹായാം ആത്മാവേ, പറന്നിറങ്ങണമേ. അഭിഷേക കാറ്റായി ദാസരിൽ നിറയണമേ. കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് ഒരുങ്ങാം. നമ്മളെ, നമ്മുടെ കുടുംബത്തെയും നമ്മുടെ ദേശത്തെയും എല്ലാം നമ്മുടെ കർത്താവ് ആശീർവദിക്കാൻ പോകുക. വലിയ ആദരവോടെ നമുക്ക് ഒരുക്കത്തോടെ കർത്താവിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ, മർത്തിനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ, നിത്യമഹോന്നത അപ്പം നീ. മാനവരേ, മോദമോടെ നാദനെ വാഴ്ത്തി പാടിടുവിൻ. ദൈവത്തിൻ പരിപാവനമോ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ. സന്നിധി ചേർന്നു വണങ്ങിടുവിൻ.
നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നത അപ്പം നീ നിത്യമഹോന്നത അപ്പം നീ പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശാദിവ്യ കടാക്ഷം തൂകണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ശിരസ്സുനമിച്ച് Hallelujah, 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 hallelujah. പരിശുദ്ധ പരമദിവ്യകാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരണീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും നിത്യം സ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരണീശോയ്ക്ക് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിന്നഭിഷേകം പകരണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ തിരുഹിതമെന്നിൽ നിറവേറുവാൻ ആത്മാവിൻ ശക്തി എന്നിൽ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിന്നഭിഷേകം പകരണമേ പരിശുദ്ധാത്മാവേ എന്നിൽ നിറയണമേ നിന്നഭിഷേകം പകരണമേ. തിരുഹിതം എന്നിൽ നിറവേറുവാ ആത്മാവിൻ ശക്തി എന്നിൽ